കമലഹാസൻ മണിരത്നം കോംബോയിൽ 38 വർഷം നായകന് ശേഷം വന്നിട്ടുള്ള സിനിമയാണ്. നമുക്ക് ഒരുപാട് പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണ്ട്. കമലഹാസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സകലകലാ വല്ലഭനായിട്ട് ഉലകനായകനായിട്ടുള്ള കമലഹാസനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് വന്ന ഇന്ത്യൻ 2 അത് പരാജയത്തിലേക്ക് പോയി. അതിനുശേഷം വന്നുള്ള മണിരത്നം കോംബോയിൽ എന്തായാലും ഇത് ഹിറ്റാണെന്നുള്ളത് ഉറപ്പാണ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം കമലഹാസൻ്റെ പ്രായമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് പ്രായത്തെയൊക്കെ ട്രോളാൻ സാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. അഭിനയം മികവ് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു ലെജൻഡാണെന്ന് ഇതിനകത്ത് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ഡയറക്ഷൻ അടിപൊളിയാണ്. ഇതിൻ്റെ മേക്കിങ്, അതുപോലെ ക്യാമറ വർക്ക്, രവി കെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്ക് ഒരു രക്ഷയില്ല. മ്യൂസിക് എ.ആർ. റഹ്മാൻ തകർപ്പ് സിനിമയാണ്. നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ഒരുപാട് നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിനിമയല്ല. പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള ഗ്യാരണ്ടിയാണ്. എനിക്ക് പറയാനുള്ള യൂട്യൂബർമാരുടെ അടുത്ത് പറയാനുള്ളതാണ്, ഈ സിനിമ ട്രോളി നശിപ്പിക്കരുത്. കാരണം പ്രേക്ഷകർ കാണട്ടെ ഈ സിനിമ. ഇത് വലിയൊരു വിജയമാവട്ടെ, ഹിറ്റാവട്ടെ. മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. വേറൊരു പാറ്റേൺ പിടിച്ചു പോകുന്ന മ്യൂസിക്കാണ്. നമ്മളെ പഴയ ആ ഒരു ജയിലർ പോലുള്ള മ്യൂസിക്കല്ല, വേറെ ഒരു പാറ്റേൺ മാറ്റി പിടിച്ചേക്കാണ്. എ.ആർ. റഹ്മാൻ്റെ ഒരു മാറ്റി പിടിച്ച് ചെയ്തേക്കുന്ന ഒരു മ്യൂസിക്കൊക്കെ കിട്ടും. അതായത് നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഗ്യാരണ്ടിയാണ്. നമുക്ക് തിയേറ്ററിൽ വന്ന് കാണാം. മിക്സഡ് റിവ്യൂ ഞാൻ അതിലേ പറഞ്ഞത്. ഇത് കമലഹാസൻ്റെ അഭിനയം ശരിയായിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ. ഒരു കമലഹാസൻ്റെ അഭിനയം ശരിയല്ല എന്ന് പറയാം. വിമർശിക്കാൻ നമ്മൾ എന്താണ് നമുക്ക് റൈറ്റ്സ് ഉള്ളത്? നമ്മൾ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ആ കഥാപാത്രത്തെ നമ്മൾ മനസ്സിലാക്കണം. ആ കഥാപാത്രം അത്ര ശക്തമായ കഥാപാത്രമാണ്. അതൊരു പ്രായമുള്ളൊരു കഥാപാത്രം തന്നെയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രായത്തിനനുസരിച്ച് അഭിനയിക്കാൻ പറ്റുള്ളൂ. ഇതൊരു 18 വയസ്സുള്ള ഒരു ക്യാരക്ടറല്ല കമലഹാസൻ ചെയ്തേക്കുന്നത്. 10-50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു മൂഡിലേ പോകാൻ പറ്റുള്ളൂ. സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ കമൻറ്റ് പറഞ്ഞാൽ ആ സിനിമ നശിപ്പിച്ചിട്ട് കാര്യമില്ല. ആ സിനിമ എന്താണെന്ന് മനസ്സിലാക്കുക, ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കുക. സിനിമ ഹിറ്റാണ്, എന്തായാലും ഉറപ്പാണ്. എന്തായാലും ജോജു ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ജോജു ഒരു 2-3 സീനിൽ നല്ല നല്ല സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചിമ്പുവിൻ്റെ ഒരു തിരിച്ചുവരവാണ് തമിഴ് ഇൻഡസ്ട്രി. ചിമ്പുവിനെ ഉപയോഗിക്കാൻ അറിയാവുന്ന നല്ല ഡയറക്ടർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ചിമ്പു ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കാരണം മണിരത്നം എന്ന് പറഞ്ഞാൽ മോശം ഒരു ഡയറക്ടർ അല്ലല്ലോ, ഇത്രയും കഴിവുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് രീതി എന്തായാലും നമ്മളെ അതിശയിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു പുതുമയുള്ള മേക്കിംഗ് രീതിയാണ്. ക്യാമറ വർക്ക് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എന്തായാലും പടം ഹിറ്റാവും. മിക്സഡ് റിവ്യൂ പറയുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ക്യാമിയോ ഒന്നുമില്ല ഇതിന് ക്യാമിയോ റോൾ ഇതുവരെ കൊടുത്തിട്ടില്ല. എല്ലാ സിനിമകളും വന്നിങ്ങനെ ക്യാമിയോ റോള് എല്ലാ സിനിമകളും അങ്ങനെയാണ് പോകുന്നത്. അതെന്താണ് എനിക്ക് മനസ്സിലാവും. ഒരു സിനിമ ക്യാമിയോ വന്നാൽ ഉടനെ ആ ക്യാമിയോ ചെയ്യും. ഒരു പോലീസ് വേഷം ചെയ്താൽ ഉടനെ അടുത്ത ആൾ അതേ ആളെ വെച്ച് പോലീസ് എന്ന് പറഞ്ഞ പോലെ ക്യാമിയോ ഒന്നും പറ്റില്ല. ഈ സിനിമയ്ക്ക് ചിലപ്പോൾ 2ാം ഭാഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കമലഹാസൻ്റെ ആ എൻട്രി, ലാസ്റ്റ് പഞ്ച് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒരു ക്യാമിയോ ഇതിനകത്ത് വന്നിട്ടില്ല. അങ്ങനെ പ്രതീക്ഷിച്ച് വരുകയും വേണ്ട. പക്ഷെ ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. എനിക്കങ്ങനെ ഇന്ത്യൻ 2 അല്ല കേട്ടോ. എന്തായാലും പടം നമുക്ക് പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് ഇന്ത്യൻ 2 അല്ല. കാരണം ഇന്ത്യൻ 2-നെ അപേക്ഷിച്ചാണ് ഈ തഗ് ലൈഫിന് ആദ്യം ബുക്കിംഗ് കുറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യൻ 2-ന് പോയിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങൾ പ്രേക്ഷകർക്കുണ്ട്. പക്ഷേ എന്തായാലും ഇന്ത്യൻ 2 അല്ല. ഇതിനകത്ത് മേക്ക് ചെയ്തിട്ടുള്ള രീതിയൊക്കെ വെച്ച് നോക്കുകയാണെന്ന് നമുക്ക് ഇഷ്ടപ്പെടും. ഒരു വിക്രം ടച്ച് ഉണ്ട് സിനിമയ്ക്ക് എന്തായാലും. പിന്നെ കമലഹാസൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമൊക്കെ ഇല്ലേ, നമ്മൾ ആ ഒരു ബഹുമാനം ഒരു ആക്ടറിന് കൊടുക്കണ്ടേ. ഒരുപാട് പേര് നെഗറ്റീവ് റിവ്യൂസ് പറയുന്നുണ്ട്. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? നെഗറ്റീവ് പറഞ്ഞോട്ടെ, അവരുടെ ഒപ്പീനിയനാണ് പറയുന്നത്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം മാത്രം സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഹാഫിൽ ആക്ഷനും അതുപോലെ തന്നെ കഥ പറച്ചിലും എല്ലാം ഒരുമിച്ച് പോകുന്നു. എല്ലാം മിക്സിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, തുടക്കം തന്നെ നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നുണ്ട് വില്ലൻ ആരാണ്, എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സിനിമ പറഞ്ഞു പോയാൽ എന്താണ് തെറ്റ്? ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ട്? സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കണ്ടിരിക്കാം. അതാണ് പ്രധാനപ്പെട്ട ഇഷ്ടമായില്ല. ഫസ്റ്റ് ഹാഫ് ഉള്ള സെക്കൻഡ് ഹാഫ് സ്പീഡായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്. നമുക്ക് കമലഹാസൻ്റെ ഒരു 3 ഫേസ് കാണാൻ പറ്റും. ഒരു യങ്സ്റ്റർ ആയിട്ടുണ്ട്, ഒരു അടിപൊളിയാണ്. പിന്നെ ഒരു മിഡിൽ ഏജ് ഫൈനൽ, ഭയങ്കര പെർഫോമൻസ് ആണ്. 3 കോംബോയും അടിപൊളി. കമലഹാസൻ, സിംബു ആൻഡ് ജോജു തകർത്തു, ഒരു രക്ഷയില്ല. ചില ഡയലോഗ്സ് പൊളിയാണ്, മാസ് ഡയലോഗ്. മലയാളത്തിലൊക്കെ നല്ല അടിപൊളി കിണ്ടങ്കാച്ചി ഡയലോഗ്സ് ഉണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഫൈനൽ ഒരു എൻഡിങ് നമുക്ക് അത്ര ഒരുപാട് സസ്പെൻസ് ഒന്നുമില്ല, ബട്ട് നല്ലൊരു ഫ്ലോ ആണ് മൂവി. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയാണ്. റിയലി എൻജോയ്ഡ്. നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു.